എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ചുള്ള രാമായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം നടത്തുന്നത് വൈഭവ് വി കൈമൾ. അതിനോടനുബന്ധിച്ച് നമ്മൾ എല്ലാ ദിവസവും രാമസന്ധ്യാനാമം കൂടെ ചൊല്ലാറുണ്ട്. ഇന്ന് രാമസന്ധ്യാനാമം ചൊല്ലുന്നത് ആനന്ദ് ശിവ ആനന്ദ് ശിവ ആദിദേവ് എന്നീ രണ്ട് കുട്ടികളാണ് ഇന്ന് രാമസന്ധ്യാനാമം ചൊല്ലുന്നത്. അപ്പോ വൈഭവ് വി കൈമളും ആ കുട്ടി എല്ലാ ക്ലാസ്സുകളും വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതുകൂടാതെ വൈകുന്നേരങ്ങളിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളിലും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതേമാതിരി ആനന്ദ് ശിവ തീരെ ചെറിയ കുട്ടിയാണെങ്കിലും എന്നും വൈകുന്നേരം കറക്റ്റ് 6:30 ആകുമ്പോൾ കുഞ്ഞ് കയറും, ചെറിയ ചെറിയ ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ഒക്കെ പഠിക്കും. അങ്ങനെ ഇപ്പോ രാമസന്ധ്യാനാമവും കുറച്ച് വരികൾ പഠിച്ചിട്ടുണ്ട്. അതേമാതിരി ആദിദേവ് രാമസന്ധ്യാനാമം മുഴുവനായിട്ട് ചൊല്ലുന്നുണ്ട്. ഇവരെല്ലാവരും മഠത്തിന്റെ ഈ പ്രോഗ്രാമില് അതേമാതിരി മഠത്തിന്റെ ക്ലാസ്സുകളിലൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി കുഞ്ഞുങ്ങളെ ഈ പരിപാടി അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ആദ്യം വൈഭവി കൈമള് വരിക, പ്രാർത്ഥന ചൊല്ലുക, അത് കഴിഞ്ഞ് പ്രഭാഷണം തുടങ്ങുക. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ബാലിവധത്തിനു ശേഷം അടുത്ത ദിവസം തന്നെ സുഗ്രീവനെ കിഷ്കിന്ധയിലെ വാനര സാമ്രാജ്യത്തിലെ രാജാവായി അഭിഷേകം ചെയ്തു. യുവരാജാവായി അംഗദനെയും വാഴിച്ചു. ബാലി അപഹരിച്ചു കൊണ്ടുപോയിരുന്ന സുഗ്രീവ പത്നിയായ രുമയെ വീണ്ടും സുഗ്രീവന്റെ അന്തഃപുരത്തിലേക്ക് എത്തിച്ചു. സുഗ്രീവൻ അനുചരന്മാരോടൊപ്പം ഋഷിമൂകാചലത്തിൽ നിന്ന് കിഷ്കിന്ധയിലെ രാജധാനിയിലേക്ക് താമസം മാറ്റി. അപ്പോഴേക്കും 4 മാസം നീണ്ടു നിൽക്കുന്ന മഴക്കാലം ആരംഭിച്ചു. മഴക്കാലം കഴിഞ്ഞ ശേഷം സീതാന്വേഷണം നമുക്ക് ഊർജിതമാക്കാമെന്ന് സുഗ്രീവൻ അഭിപ്രായപ്പെട്ടു. മഴക്കാലം കഴിഞ്ഞു. സീതാന്വേഷണത്തിന് സുഗ്രീവൻ പുറപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിക്ക് കോപമായി. വർഷക്കാലം കഴിഞ്ഞുവല്ലോ, സുഗ്രീവൻ നമ്മോട് ചെയ്ത വാഗ്ദാനം മറന്നു പോയിരിക്കുമോ എന്ന് രാമൻ ലക്ഷ്മണനോട് ചോദിച്ചു. രാമന്റെ ഈ വാക്കുകൾ ലക്ഷ്മണന്റെ കോപം ജ്വലിപ്പിച്ചു. ജ്യേഷ്ഠൻ അനുമതി തരണം, ഞാൻ വേഗം പോയി സുഗ്രീവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വരാം എന്നു പറഞ്ഞ് ലക്ഷ്മണൻ വാളും വില്ലും അമ്പുകളും ഗുഹയിൽ നിന്നെടുത്തു കൊണ്ടുവന്ന് യാത്രയായി. ഞാൻ കിഷ്കിന്ധയിലെ രാജധാനിയിലേക്ക് പോവുകയാണ്, നേരെ സുഗ്രീവനെ കാണാനെന്ന് ലക്ഷ്മണൻ പറഞ്ഞു. സുഗ്രീവന്റെ ജീവൻ അപായപ്പെടുത്തരുത്, അവൻ നമ്മുടെ സുഹൃത്താണ്. കടമകളെ കുറിച്ച് സുഗ്രീവനെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി എന്ന് രാമൻ പറഞ്ഞുവെങ്കിലും ലക്ഷ്മണന്റെ കോപം ശമിച്ചില്ല. കുപിതനായി ആയുധധാരിയായി ധൃതിയിൽ നടന്നു വരുന്ന ലക്ഷ്മണനെ കണ്ട് കിഷ്കിന്ധയിലും രാജധാനിയിലും ഗോപുരദ്വാരപാലകനായ വാനരൻ അമ്പരന്നുപോയി. ഉടൻ തന്നെ സന്ദേശവാഹകനെ വിവരം സുഗ്രീവ രാജാവിനെ അറിയിക്കാനായി നിയോഗിച്ചു. ലക്ഷ്മണൻ ഗോപുരദ്വാരത്തിൽ വന്നപാടെ ദ്വാരപാലകൻ സഹായികളെ തട്ടിമാറ്റി അകത്തേക്ക് കടന്നു. ഞാൻ വന്നിട്ടുള്ള വിവരം നിങ്ങളുടെ രാജാവിനെ ഉടനെ അറിയിക്കുക. അപ്പോഴേക്കും 2 അനുചരന്മാരോടുകൂടി യുവരാജാവ് അംഗദൻ അവിടെ എത്തി. അംഗദനെ കണ്ടപ്പോൾ ലക്ഷ്മണന്റെ കോപം കുറച്ചു ശമിച്ചു. എത്രയും ചെറുപ്പത്തിൽ പ്രതാപശാലിയായ പിതാവിനെ നഷ്ടപ്പെടേണ്ടി വന്ന ആ ദൗർഭാഗ്യവാൻ എന്ന് ലക്ഷ്മണൻ അംഗദനെ കുറിച്ച് ചിന്തിച്ചു. അംഗദനോട് ലക്ഷ്മണൻ താൻ വന്നത് എന്തിനാണെന്നുള്ള സംഗതി വിശദമായി പറഞ്ഞു. സീതാന്വേഷണം നിയോഗിക്കാനായി വാനര വീരന്മാരെ രാജധാനിയിൽ വരുത്തുന്നതിന് കിഷ്കിന്ധയിലെ എല്ലാ വാസകേന്ദ്രങ്ങളിലേക്കും രാജാവിന്റെയും മന്ത്രിപ്രമുഖന്റെയും നിർദ്ദേശങ്ങൾ അനുസരിച്ച് സേനാധിപതിയായ നീലൻ,
സന്ദേശവാഹകരെ അയച്ചിട്ടുണ്ടെന്ന് അംഗദൻ ലക്ഷ്മണനെ അറിയിച്ചു. ലക്ഷ്മണനെ ശാന്തനാക്കിയ ശേഷം സുഗ്രീവൻ അന്തഃപുരത്തിൽ നിന്ന് താരയെ ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരുന്നു. ലക്ഷ്മണൻ അംഗദനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 2 തോഴിമാരോട് കൂടി താരയും അവിടെ എത്തി. ലക്ഷ്മണന്റെ കോപത്തിനുള്ള കാരണം മനസ്സിലാക്കിയ താര സുഗ്രീവന് വേണ്ടി ലക്ഷ്മണനോടും ലക്ഷ്മണ ജ്യേഷ്ഠനോടും മാപ്പ് ചോദിച്ചു. വാനര രാജാവിന്റെ ഭാഗത്ത് അല്പം വീഴ്ച പറ്റിയെന്നുള്ളത് ശരിയാണ്. അത് ക്ഷമിക്കണം. ഞങ്ങൾ വാനരജാതികളിൽപ്പെട്ടവരല്ലേ, ചില ചാബല്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായിരിക്കും, സ്വാഭാവികമാണല്ലോ എന്ന് താര പറഞ്ഞു. എന്തായാലും മന്ത്രിപ്രമുഖനായ ഹനുമാന്റെ ഉപദേശകമനുസരിച്ച് സുഗ്രീവ രാജാവ് തെറ്റു തിരുത്താൻ നടപടികളെ എടുത്തു കഴിഞ്ഞു എന്നും താര അറിയിച്ചു. സുഗ്രീവന്റെ ആജ്ഞ അനുസരിച്ച് എല്ലാ വനങ്ങളിലുമുള്ള എല്ലാ വാനരന്മാരും സുഗ്രീവന്റെ കിഷ്കിന്ധയിലെ എത്തിച്ചേർന്നു. അവിടെ നിന്ന് വാനര സൈന്യത്തെ 4 ആക്കി തിരിച്ച് 4 ദിക്കുകളിലേക്ക് സീതാന്വേഷണത്തിനായി സുഗ്രീവൻ നിയോഗിച്ചു. അംഗദപുത്രനായ നീലൻ, ഏറ്റവും ശക്തിമാനായ ഹനുമാൻ, ബ്രഹ്മസുതനായ മഹാതേജസ്വിയായ ജാമ്പവാൻ, സുഹോത്രൻ, ശരാരി, ശരകുൽമൻ, ഗജൻ, ഗവാക്ഷൻ, ഗവയൻ, സുഷേണൻ, വൃഷഭൻ, മൈന്ദൻ, വിബിധൻ, ശരഭൻ, ശന്തമാതനൻ, ഇങ്ങനെയുള്ള വാനരന്മാരെയെല്ലാം കവീശ്വരനായ സുഗ്രീവൻ ദക്ഷിണ ദിക്കിലേക്ക് നിയോഗിച്ചു. അങ്ങനെ രാമൻ, അംഗദൻ മുതലായവരോടുകൂടി ഭവനാത്മജൻ ഹനുമാൻ തെക്കേ ദിക്കിലേക്ക് അഹസ്ത്യ ദിക്കിലേക്ക് പുറപ്പെട്ടു. സീതാന്വേഷണം വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരുന്നു. വനങ്ങളുടെ, പർവ്വതങ്ങളുടെയും ഗുഹകളേലും മുക്കും മൂലയും സീതയെ തിരഞ്ഞു. അങ്ങനെ താരനോടും അംഗദനോടും കൂടി ഹനുമാൻ വിന്ധ്യ പർവ്വതത്തിൽ ഒന്നാമതായി ചെന്ന് ചുറ്റും തിരഞ്ഞു നടന്നു. വിന്ധ്യനിലെ ഗുഹകളിലും വനങ്ങളിലും ചികഞ്ഞു തിരഞ്ഞു. എല്ലാവരും കൂടി പർവ്വതനിരകൾ നിറഞ്ഞ തെക്കു ദിക്കിലെ പ്രദേശങ്ങളെല്ലാം തിരഞ്ഞു നടന്നു. അപ്പോൾ ഒരു വലിയ ഗുഹ കണ്ടു. കടന്നു ചെല്ലാനാവാത്തത് വലിയ ഗുഹ. വൃക്ഷബിലം എന്നാണ് അതിനു പേര്. ഒരു ദാനവനാൽ രക്ഷിക്കപ്പെട്ടതാണത്. വിശപ്പും ദാഹവും മൂലം തളർന്ന് വെള്ളം തേടുന്ന അവർ വൃക്ഷലതാദികളാൽ ആവൃതമായ ആ മഹാഗുഹ കണ്ടു. അതിൽ നിന്ന് ക്രൗഞ്ച പക്ഷികളും ഹംസങ്ങളും സാരസങ്ങളും പുറത്തേക്ക് പറക്കുന്നതും അവർ കണ്ടു. ദാഹിച്ചു വലഞ്ഞ അവർ ആ ഗുഹയിൽ വെള്ളമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഗുഹയിൽ കടക്കണം എന്ന് പറഞ്ഞ് പതുക്കെ ഇരുട്ട് നിറഞ്ഞ ഗുഹയിലേക്ക് ഓരോരുത്തരായി ഇറങ്ങി. അവിടെ സൂര്യപ്രകാശമോ ചന്ദ്രപ്രകാശമോ ഇല്ല. സിംഹങ്ങളെയും പക്ഷികളെയും ശബ്ദത്താൽ അറിഞ്ഞുകൊണ്ട് ആ കവിശ്രേഷ്ഠൻ ഇരുട്ടടഞ്ഞ വിധത്തിൽ ഗുഹയിൽ പ്രവേശിച്ചു. അവർക്ക് ആ ഇരുട്ടിലും കാഴ്ചയില്ലാതായില്ല. അവരുടെ ഊക്കും വീര്യവും കുറഞ്ഞതുമില്ല. ഗുഹയ്ക്കുള്ളിൽ എത്തിയ കുരങ്ങന്മാർ അവിടെ ഒരു താപസി ഇരിക്കുന്നത് കണ്ടു. വ്രതമാചരിക്കുന്നവൾ, തേജസ് കൊണ്ട് ജ്വലിക്കുന്നവളുമായ ഒരു താപസിയെ കണ്ടു. ഹനുമാൻ താപസിയോട് ചോദിച്ചു, ഭവതി ആരാണ്? ഈ ഗുഹയും വസതിയും രത്നങ്ങളും മറ്റും ആരുടേതെന്ന് പറഞ്ഞാലും. ഞങ്ങൾ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞപ്പോൾ തീരെ തളർന്നുപോയി. സ്വല്പം വെള്ളം കുടിക്കാൻ ആശിച്ചുകൊണ്ട് അന്ധകാരം നിറഞ്ഞ ഈ വലിയ ഗുഹയിലേക്ക് ഇറങ്ങി വന്നതാണ്. ഈ ഗുഹ കണ്ടിട്ട് ഞങ്ങൾ പരിഭ്രാന്തരും ബുദ്ധി മറഞ്ഞവരുമായി തീർന്നിരിക്കുന്നു. ഇതിന്റെ എല്ലാം ചരിത്രം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ താമസി മറുപടി പറഞ്ഞു, വാനര ശ്രേഷ്ഠ, മയനെന്ന പേരായ ഒരു മായാവിയായ ഒരു മഹാതേജസ്വിയായ ഒരു അസുര ശ്രേഷ്ഠനാണ് ദിവ്യമായ ഈ കാഞ്ചനമരത്തെ മായ കൊണ്ട് സൃഷ്ടിച്ചത്. അദ്ദേഹം 1000 കൊല്ലം വൻ കാട്ടിൽ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് വരം നേടി. അങ്ങനെ ഇച്ഛിച്ചതെല്ലാം ഉണ്ടാക്കാൻ കെൽപ്പുള്ളവനായി മാറി. അങ്ങനെ ഇരിക്കെ ഹേമ എന്ന ഒരു അപ്സരസിൽ ആസക്തനായി. അത് കാരണം ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് ആ അസുരനെ വധിച്ചു. ഉത്തമമായ വനവും ഹിരൺമയ ഭവനവും ശാശ്വതമായ കാമഭോഗങ്ങളുമെല്ലാം ബ്രഹ്മാവ് ഹേമയ്ക്ക് കൊടുത്തു. ഞാൻ മേരു സാവർണികയുടെ പുത്രിയായ സ്വയംപ്രഭയാണ്. ആ ഹേമയുടെ വനത്തെ ഞാൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നൃത്തഗീത വിശാരദയായ ഹേമ എന്റെ പ്രിയ സഖിയാണ്. അവൾ ആവശ്യപ്പെട്ടിട്ടാണ് ഈ മഹത്തായ ഭവനം ഞാൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാലും. ആ സ്വയംപ്രഭ വാനരന്മാർക്ക് ധാരാളം ഫലമൂലാദികൾ തിന്നാൻ കൊടുക്കുകയും പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുകയും ചെയ്ത ശേഷം അവരോട് നിങ്ങളുടെ വൃത്താന്തമെല്ലാം എന്നോട് പറയുക എന്ന് പറഞ്ഞു. വാനരന്മാർ അവരുടെ അതുവരെയുള്ള എല്ലാ കഥയും സ്വയംപ്രഭയോട് പറഞ്ഞു. ഹനുമാൻ സ്വാമി അവരുടെ കഥകളെല്ലാം പറഞ്ഞു. അവസാനം സ്വയംപ്രഭയോട് പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും ധർമ്മധാരണിയായ ഭവതിയെ ശരണം പ്രാപിക്കുന്നു. ഈ ഗുഹയിൽ ചുറ്റിത്തിരിഞ്ഞ സമയത്ത് മഹാത്മാവായ സുഗ്രീവൻ ഞങ്ങളുടെ പ്രവൃത്തിക്ക് നിശ്ചയിച്ച കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഈ ഗുഹയിൽ നിന്ന് ഞങ്ങളെ പുറത്തു കടത്തി തരേണമേ. സുഗ്രീവ വചനങ്ങളെ അതിക്രമിച്ചു കടന്ന ഞങ്ങൾ ആയുസ് തീർന്നവരായി തീരും. സുഗ്രീവനെ പേടിയുള്ള ഞങ്ങളെ ഭവതി രക്ഷിച്ചാലും ധർമ്മധാരണിയായവളെ, ഞങ്ങളുടെ വലിയ കാര്യം അങ്ങനെയെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഈ ഗുഹയിൽ നിന്ന് കണ്ണു തുറന്നാൽ ആർക്കും പുറത്തു കടക്കാനാവുകയില്ല. അതിനാൽ നിങ്ങൾ കൈവിരലുകൾ കൊണ്ട് കണ്ണു പൊത്തിപ്പിടിക്കുക. ഉടനെ പുറത്തു കടക്കുന്നതിനുള്ള ആഗ്രഹത്താൽ എല്ലാവരും കണ്ണുകൾ അടിച്ച് നിമിഷത്തിനുള്ളിൽ അവരെ ഗുഹയ്ക്ക് പുറത്തേക്ക് സ്വയംപ്രഭ എത്തിക്കുകയും ചെയ്തു. പിന്നെ ധർമ്മധാരണിയായ താപസി അവരോടെല്ലാവരോടുമായി പറഞ്ഞു, ഇത് വൃക്ഷലതാദികൾ തിങ്ങിയ വിന്ധ്യ പർവ്വതമാണ്. ഇത് പ്രസവണ ശൈലമാണ്. അപ്പുറത്ത് വലിയ സാഗരമാണ്. വാനര ശ്രേഷ്ഠന്മാരെ, നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഇങ്ങനെ ആശംസിച്ച് സ്വയംപ്രഭ ഗുഹയിലേക്ക് തിരിച്ചു നടന്നു. വൈഭവ് നന്നായിട്ടൊക്കെ അവതരിപ്പിച്ചു. വളരെ സന്തോഷം. കുഞ്ഞിന് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ. ഇനിയും നമുക്ക് വരുന്ന പരിപാടികളിലെല്ലാം ഇതേപോലെ മിടുക്കനായിട്ട് പങ്കെടുക്കാൻ കേട്ടോ. വളരെ നന്നായിരുന്നു. ആനന്ദ് ശിവ. സായിറാം സാർ. ആനന്ദ് ശിവയെ രാമസന്ധ്യാനാമം ജപിക്കുന്നതിനായിട്ട് ക്ഷണിക്കും. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമ 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 പാഹി മാ. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാ. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാ. ഭക്തിമുക്തിദായക പുരന്ദരാതിസേവിത ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാ. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവ ശ്രീരാമണേ മുകുന്ദ രാമ പാഹി മാ. നിൻ ചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കൂപമ മുകുന്ദ രാമ പാഹി മാ. ശങ്കര സദാശിവ നമ ശിവായ മംഗല ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ. രാമമന്ത്രം മോതിടുന്നി താമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാ. ശിക്ഷയോട് മത്സ്യമായ അവതരിച്ച മാധവ വൈശ്യസാന്നിധം ഭവിച്ച രാമ രാമ പാഹി മാ. ധർമ്മമോട് മന്ദമുയർത്തുവാനായി അങ്ങുടൻ കൂർമ്മമായി അവതരിച്ച രാമ രാമ പാഹി മാ. പാരിടം പിളർന്നു ചെന്ന് കേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാ. നാരസിംഹ രൂപമായി അവതരിച്ചു നീ പുരാ നിധിയായി ഹിരണ്യനെ കണിച്ച രാമ പാഹി മാ. ജഗത്രയങ്ങൾ മൂന്നടിയായി അങ്ങളർന്നു വാങ്ങുവാൻ സാധനായ വാമന മുകുന്ദ രാമ പാഹി മാ. ഭംഗിയോട് ഭൂമി തന്നെ രാവണർക്ക് നൽകുവാൻ ഭാർഗവനായി
വന്നുദിച്ച രാമ രാമ പാഹിമ ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വ തിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹിമ ആകയാൽ അയോധ്യ മന്നലാം ദശരഥനുടാത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം മുകുന്ദ രാമ പാഹിമ. ആനന്ദശിവ, ഇന്നിവിടെ ഈ സന്ധ്യാനാമം പറയാൻ എനിക്ക് അവസരം തന്ന ശ്രീ പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തോട് ഉള്ള എല്ലാവരും എന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ശരി, അപ്പൊ നന്നായിട്ട് ചൊല്ലി കേട്ടോ. ഇതുപോലെ മിടുക്കാനായിട്ട് എല്ലാം പഠിക്കണം. കേട്ടോ? ശരി. ഇനി അടുത്തതായിട്ട് ആദിദേവാണ് രാമസന്ധ്യാനാമം ചൊല്ലുന്നേ. ആദിദേവന്റെ കൊച്ചനിയത്തി ഇന്ന് ഒരു ആഗ്രഹം അറിയിച്ചു. സാറേ, ഒരു രാമ പ്രാർത്ഥനയും പിന്നെ ഹനുമത് സ്വാമിയുടെ പ്രാർത്ഥനയും എനിക്കൊന്ന് ചൊല്ലാൻ ഒരവസരം തരാവോ എന്ന് കുഞ്ഞ് ചോദിച്ചു. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം അഭിനന്ദിക്കുകയാണ്. അവരായിട്ട് മുന്നോട്ട് വന്ന് എനിക്കിത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഏറ്റവും അധികം സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. ഇപ്പോ ആ കുഞ്ഞ് എന്ന് വന്ന് ഇപ്പോ ആദിദേവന്റെ അനിയത്തി ആദിദേവ് രാമസന്ധ്യാനം ചൊല്ലുന്നതിന് മുമ്പായിട്ട് ഈ 2 ശ്ലോകങ്ങള്, ശ്രീരാമേന്ദ്ര സ്വാമിയുടെ ശ്ലോകവും ഹനുമത് സ്വാമിയുടെ ശ്ലോകവും ഇപ്പോ കുഞ്ഞു ചെല്ലും. ഏറ്റവും സന്തോഷത്തോടു കൂടി അതിഥി എന്നാണ് കുഞ്ഞിന്റെ പേര്. അതിഥിയെ ഞങ്ങള് അതിഥിയായിട്ട് തന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഓക്കെ, ചൊല്ലിക്കൊള്ളൂ കേട്ടോ കുഞ്ഞെ. മോളെ ഓടിവാ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യമേഘം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥ്യമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. വെരി ഗുഡ്, നന്നായിട്ട് ചൊല്ലി കേട്ടോ. പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതലൊക്കെ ചൊല്ലാം. മിടുക്കി കുട്ടിയാണ് കേട്ടോ. ഓക്കെ, ആദിദേവ് ചൊല്ലു. രാമ 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 പാഹി മാം. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ. അടുത്തേക്ക് കയറിയെന്ന് ചൊല്ല, ശബ്ദം കുറവ്. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തി മുക്തിദായക പുരന്ദരാദി സേവിത ഭാഗ്യവാരിധേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവാശിഖാമണേ മുകുന്ദ രാമ പാഹി മാം. നിൻചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിത രാമമന്ത്രമോതിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച മാധവ ഭക്ഷ്യസാംഗിതം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോടു മണ്ഡലമുയർത്തുവനായങ്ങുടൻ പൂർണ്ണമായ അവതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായ അവതരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം.
ജഗത്രയങ്ങൾ മൂന്നടിയായി അങ്ങളന്നു വാങ്ങുവാൻ ജാതനായ വാമനാമുകുന്ദ രാമ പാഹിമം. ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹിമം. ആകയാൽ അയോധ്യമന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹിമം. രാമ 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 പാഹിമം. രാമ 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 പാഹിമം. ദുഷ്ടരാനിശാചരാവധം കഴിച്ചു യാഗവും ദുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹിമം. ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കഞ്ചനീർമിഴിക്കു മോക്ഷമീണ്ടമ രാമ പാഹിമം. വിദേഹരാജ്യം ഉൾപ്പുകിന്ദു വിശ്വനായകരുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹിമം. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹിമം. ഭരതഭാഷിതം ശ്രമിച്ചു പൈതൃകർമ്മ തർപ്പണങ്ങൾ ഭക്തിയാൽ കഴിച്ച വീടെ രാമ രാമ പാഹിമം. പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹിമം. രാമ 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 പാഹിമം. ഭക്തനാം ജടായുവിന്നു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹിമം. ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹിമം. സീതയോടു ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമ പാഹിമം. ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹിമം. ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങൾ ആശു തീർത്ത രാമ രാമ പാഹിമം. വഞ്ചിറ തൊടുത്തു പിന്നെ വാചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹിമം. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്നു കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹിമം. രാമ 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 പാഹിമം. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദര കുമാരനായി ലക്ഷ്മണാഗ്രജാ വിഭോ മുകുന്ദ രാമ പാഹിമം. ദുഷ്ടനാം ദശാനനന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തു കൊണ്ട രാമ രാമ പാഹിമം. രാക്ഷസകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹിമം. വന്യമണ്ഡലേ ഇരുന്ന സീതയെ വഹിച്ചു കൊണ്ടു വന്നയോധ്യ മുക്കിരുന്ന രാമ രാമ പാഹിമം. രത്നമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമംഗത്തിൽ വസിച്ച രാമ പാഹിമം. രാജ്യവാസിയായവർക്കു പൂജ്യനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹിമം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമം. രാമ 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 പാഹിമം. രാമ 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 പാഹിമം. രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമം. ഞങ്ങൾക്ക് സന്ധ്യാനാമം ചൊല്ലുവാൻ അവസരം തന്ന ഞങ്ങളുടെ പരമേശ്വരൻ സാറിനും സാമിയാർ മഠത്തിലെ മറ്റ് എല്ലാ ഗുരുക്കന്മാർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നന്ദി. സായിരാം കുഞ്ഞെ, നന്നായിട്ട് ചൊല്ലിട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. അക്ഷരങ്ങളൊക്കെ തെറ്റുകൂടാതെയൊക്കെ ചൊല്ലി മിടുക്കനാണ് കേട്ടോ. ഇനിയും നമുക്ക് ഇതുപോലെയുള്ള പരിപാടികളില് നല്ല രീതിയിൽ ഓരോ പ്രഭാഷണങ്ങളും കൃത്യമായിട്ടുള്ള സ്തുതിഗീതങ്ങളും ഒക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റണം കേട്ടോ. ഇതിന് എപ്പോഴും തയ്യാറായി ഇതിലേക്ക് വരണം. സായിരാം മച്ചേട്ടാ. സായിരാം. ഇന്ന്
നമുക്കൊരു വിശിഷ്ടാതിഥി ഉണ്ടായിരുന്നു. ആദിദേവിന്റെ അനുജത്തി അതിഥി. എന്ത് വ്യഗ്രതയായിരുന്നു കുഞ്ഞിന് രാമനാമം ചൊല്ലാനായിട്ട്. അതിനേക്കാൾ അപ്പുറം താല്പര്യത്തോടു കൂടിയാണ് ഇന്നലെ മുതല് നമ്മുടെ പരമേശ്വരന് ഒരു സ്വസ്ഥതയില്ലായിരുന്നു. ഇന്നലെ തന്നെ അത് ചെയ്ത് ചൊല്ലി കേൾപ്പിക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്തു. പക്ഷെ ഇന്നലെ നടന്നില്ല. ഇന്ന് വളരെ എന്ത് താല്പര്യത്തോടു കൂടിയാണ് ആ ഗുരുനാഥന്റെ കുട്ടികളോടുള്ള സമീപനവും അവരെ കൊണ്ട് നാമം ജപിപ്പിക്കാനുള്ള ആ എന്താ പറയുക, സത്യത്തില് ഇങ്ങനെ ഗുരുനാഥനെ കിട്ടിയത് നമ്മുടെ എല്ലാം ഭാഗ്യമാണ്. വേറെ ഒരു ലക്ഷ്യവുമില്ല ഈ ജീവിതത്തില്. ഈശ്വരനാമം ജപിപ്പിച്ച് ഒരു ആളെയെങ്കിലും നേർവഴി നടത്തിക്കാൻ സാധിച്ചാൽ ജന്മം സഫലമായി എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജന്മം എങ്ങനെ സഫലമാകാതിരിക്കും? ഭഗവാന്റെ നിയോഗം കൊണ്ട് അദ്ദേഹത്തിന്റെ കർത്തവ്യം അനുസ്യൂതം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഇതിൽ നിന്ന് പിൻപോട്ട് പോകരുത്. ഈ സന്ധ്യാനാമം ദിവസവും ചെല്ലണം. അത് അവർക്ക് അവരുടെ എല്ലാ സുരക്ഷിതത്വവും ഭഗവാൻ നോക്കിക്കോളൂ എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ആദിദേവും ആനന്ദ ശിവയും ആ കീർത്തനം വളരെ ഭംഗിയായിട്ട് തന്നെ ചൊല്ലി അത് ദിവസവും ചെല്ലണം എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. പിന്നെ പ്രഭാഷണം നടത്തിയ വൈഭവ് സുന്ദരമായിട്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. സുഗ്രീവന്റെ സന്ദർശനവും ലക്ഷ്മണന്റെ കോപാകുലനായിട്ടുള്ള ലക്ഷ്മണന്റെ വരവും അംഗദന്റെ സന്ദർശനത്തോടുകൂടി അദ്ദേഹം നിർവഹിച്ച സന്ദേശങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചപ്പോഴത്തേക്ക് ശാന്തനാകുന്നതും ഒടുക്കം സ്വയം പ്രഭയുടെ ഗതിവിഗതികളും എല്ലാം വളരെ വിശദമായി തന്നെ വൈഭവ് അവതരിപ്പിച്ചു. രാമായണത്തിൽ എത്ര കഥാപാത്രങ്ങളെയാണ് വൈഭവിന് ഓർക്കാൻ സാധിച്ചതുകൊണ്ട് ഈ കഥാപാത്രങ്ങളെല്ലാം നമ്മളെ ഓരോ പാഠവും പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതഗതി ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് മുഴുവൻ നമ്മൾ പഠിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിന് ഭഗവാൻ നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. സർവൈശ്വര്യങ്ങളും സകല വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭഗവാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം പരമേശ്വരന്റെ ഈ മഹാമനസ്കതയ്ക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സോമചേട്ടാ. സൈറാം. സൈറാം, കുഞ്ഞുങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ ഞങ്ങൾ ഇങ്ങനെ അനുഗ്രഹിക്കാനോ? ഇവര് വേണം നമ്മളെ അനുഗ്രഹിക്കാൻ. ഗംഭീരായിട്ടുണ്ട് മക്കളെ. എല്ലാവരും അതിഗംഭീരായിട്ട്, ആദ്യത്തെ അധ്യായം ഗംഭീരായിട്ടല്ലേ പ്രഭാഷണം നടത്തിയേ. മറ്റേ കുഞ്ഞ് നല്ല സുന്ദരമായിട്ട് ജപിച്ചു. പിന്നെ ഇപ്പൊ ഇവര് രണ്ടുപേരും ഞാൻ തന്നെ പറഞ്ഞ മധുചേട്ടൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഗംഭീരായിട്ടുണ്ട്. എപ്പോഴും ഇത് ചെയ്യാനുള്ള അനുഗ്രഹം ഭഗവാൻ തരട്ടെ. മിടുക്കന്മാരും മിടുമിടുക്കലായിട്ട് വരട്ടെ. നിങ്ങളുടെ പേരിൽ സാമ്യർമ്മടത്തിന് അഭിമാനിക്കാൻ പറ്റട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സൈറാം. നമസ്കാരം സർ. സായിറാം. സൈറാം. ആദിദേവ് മോനെ ഭംഗിയായിട്ട് ചൊല്ലിട്ടോ. എത്ര ഈണത്തില് എന്ത് ഭംഗിയായിട്ടാ ചൊല്ലിയത്. പിന്നെ അതിഥിയുടെ എന്താ പറയണ്ടേ, ഒരു സർപ്രൈസ് പെർഫോമൻസ് ആയിപ്പോയി. നന്നായിരുന്നു കേട്ടോ. പിന്നെ മറ്റേ ആളാരാ? വൈഭവ്. ആനന്ദ ശിവയുടെ നാമ ജപം നന്നായിരുന്നു. പിന്നെ വൈഭവിന്റെ കഥ നന്നായിട്ട് പറഞ്ഞു മോൻ കേട്ടോ. ഇന്നത്തെ കഥയുടെ ഭാഗം വളരെ ഭംഗിയായിട്ട്, ഇത്ര സൂക്ഷ്മമായിട്ടുള്ള വിവരണമൊക്കെ പരമേശ്വരൻ സാറിന്റെ അനുഗ്രഹമാണ് കേട്ടോ. സത്യം പറഞ്ഞാല് മധുചേട്ടൻ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടുന്നത് കുട്ടികളുടെ പുണ്യമാണ്. ഇങ്ങനെയുള്ള ശിഷ്യരെ കിട്ടുന്നത് ഗുരുവിന്റെയും പുണ്യമാണ്. അതാണ് ഏറ്റവും പ്രധാനം. അവര് തയ്യാറായി വരുന്നല്ലോ. അതെ കറക്റ്റാണ്. അത് ആ സ്വാമിയാർ മഠത്തിന്റെ ഒരു അനുഗ്രഹം. നന്നായി വരട്ടെ. എല്ലാരും മിടുക്കരായിരുന്നു. നന്നായിരുന്നു.
എല്ലാവരുടെയും നന്നായിരുന്നു സായിറാം, എല്ലാവരുടെയും നന്നായിരുന്നു. മക്കളെ സന്ധ്യാനാമം എല്ലാം എല്ലാവരും നല്ലോണം ചെല്ലുന്നുണ്ട്. സൂപ്പറായിരുന്നു. വളരെ സന്തോഷം. കേൾക്കുമ്പോൾ തന്നെ നല്ല ഒരു എന്തോന്ന് പറയുന്ന പോലെ ആ ഭഗവാന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. വളരെ നന്നായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ കൈബവിന്റെ പ്രഭാഷണവും നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എല്ലാം ടച്ച് ചെയ്ത് വളരെ സൂപ്പറായിട്ട് പറഞ്ഞായിരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഇതുപോലെ എന്നും സന്ധ്യാനാമവും ജപിച്ച് രാമായണം സാറൊക്കെ ഗുരുക്കന്മാര് പറയുന്ന പോലെയൊക്കെ അനുസരിച്ച് എല്ലാവരും പറഞ്ഞ പോലെ നല്ലൊരു ഗുരുവെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഗുരുവിനെ എന്നും ഗുരുക്കന്മാരുടെ കാലിൽ എന്നും നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. വിശാലക്ഷയുടെ പ്രഭാഷണത്തിന്റെ ഇന്നലെ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ പത്രത്തില്, കണ്ടില്ലേ? ഇന്നലെ പ്രഭാഷണം നടത്തിയതിന്റെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ ഉണ്ടായിരുന്നല്ലോ. കേട്ടില്ല, ഞാൻ കേട്ടില്ല. ഇന്നലെ പ്രഭാഷണം നടത്തിയതിന്റെ ഫോട്ടോ പത്രത്തിൽ ഉണ്ടായിരുന്നെന്ന്. ആരുടെ? എന്റെയോ? ആ, ഞാൻ നോക്കിയില്ല. ഞാൻ ഇത് വരുത്തുന്നില്ല, മാതൃകയൊന്നും വരുത്തുന്നില്ല സാർ. നമ്മളെല്ലാവരും അല്ലല്ലോ, നമ്മള് ഭഗവാൻ ജന്മഭൂമിയിലായിരുന്നു കേട്ടോ. ഇതിലൊന്നും വലിയ ഞാൻ കണ്ട ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എന്തോ പറയുന്നു എന്നല്ലാതെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹം ചേട്ടന്റെയും ഇത് അതല്ലേ സ്ഥാനത്തിലാണ് നിങ്ങളെല്ലാം ഞങ്ങൾ കാണുന്നത്. വളരെ സന്തോഷം. എന്നെ ഒഴിവാക്കണേ. ജന്മഭൂമിയിലാണോ? ആ പേപ്പർ നോക്കിയാ കാണാം. ഓ, ജന്മഭൂമിയിലായിരുന്നു. ഞാൻ ഒന്നാമത് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു സാറേ. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. ശരിയായിക്കോട്ടെ. ഓക്കെ സാറേ, വളരെ സന്തോഷം കേട്ടതില്ല. സായിറാം, നമസ്കാരം. സായിറാം, വൈഭവിന്റെ പ്രഭാഷണം വളരെ നന്നായിരുന്നു. അതായത് എല്ലാ കഥാപാത്രങ്ങളെയും കുറിച്ച് വ്യക്തമായി ഉള്ള അറിവ് എല്ലാവർക്കും കിട്ടി. പിന്നെ അടുത്ത് സന്ധ്യാനാമം ചൊല്ലിയവര് ആദിദേവ്, അതിഥി, ആനന്ദ് ശിവ് വളരെ ഭക്തിപൂർവം രാമനാമം നിങ്ങൾ ചൊല്ലിയ വ്യക്തമായിട്ടും ചൊല്ലി ഭക്തിയോടുകൂടിയും ചൊല്ലി. ഇത് എല്ലാവരിലേക്കും ഇത് കണ്ട് എല്ലാവരും ഇത് കണ്ടു പഠിക്കണം. അതേപോലെ നമ്മുടെ പരമേശ്വരൻ സാറിന്റെ പ്രവർത്തനങ്ങള് ഈ പ്രസരത്തിൽ നിന്നും എല്ലാ കുഞ്ഞുങ്ങളിലേക്കും പ്രസരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ് ഈ ചെയ്യുന്നത്. നിങ്ങളും കൂടുതൽ കുട്ടികളെ, സുഹൃത്തുക്കളെ ഇതിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ പ്രസരം ഒന്ന് എല്ലാവരും അറിയട്ടെ. എല്ലാരും ഇതിൽ പങ്കാളികളാകട്ടെ. അതിഥി നന്നായിട്ട് ചൊല്ലി. താങ്ക് യു. ചേട്ടനും നന്നായിട്ട് ചൊല്ലി. നമുക്ക് നാളത്തെ പ്രോഗ്രാം ചെല്ലണം, ചൊല്ലി പഠിക്കണം കേട്ടോ. നാളെ നികേത് ശ്രീ നായർ, മുകുന്ദാഹരി എന്ന രണ്ടുപേരാണ് നാളെ പ്രഭാഷണം നടത്തുന്നത്. നിരഞ്ജന സുജിത് ആണ് രാമസന്ധ്യാനാമം ചൊല്ലാൻ പോകുന്നത്. അപ്പൊ എനിക്ക് എല്ലാവരോടും കുട്ടികളോട് ഒരു അപേക്ഷയുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത് നിങ്ങൾ രാമായണ മാസാചരണം വളരെ ഭംഗിയായിട്ട് നമ്മളെല്ലാവരും മഠത്തിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെല്ലാവരും ചെയ്യുന്നു. ഇതെല്ലാ കുട്ടികളിലേക്ക് എത്തണം. അപ്പോഴേ അവർക്ക് ആഗ്രഹം വരും. അപ്പൊ നിങ്ങളെ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ഇത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നത്. അപ്പൊ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വിദ്യ ചേച്ചി അവിടെ ബുദ്ധിമുട്ടിയിരിക്കുക. ഇത്രയും സമയം അവിടെ ഇരുന്ന് ഇത് റെക്കോർഡ് ചെയ്ത് പിന്നെ നാളെ ഇത് ഒന്നുകൂടെ ശരിയാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ ഇതെന്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുത്ത് കാണാൻ പറയണം. അങ്ങനെ അതൊക്കെ കാണുമ്പോഴാണ് എല്ലാവർക്കും ശ്രീരാമേന്ദ്ര സ്വാമിയെ കുറിച്ചും ഹനുമാൻ സ്വാമിയെ കുറിച്ചും ലക്ഷ്മണസ്വാമിയെ കുറിച്ചും അവർ തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ചും ഈ കഥ എന്താണെന്ന് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. നിങ്ങളെപ്പോലെ എല്ലാവർക്കും ഇവിടെ വരാൻ അവസരം കിട്ടിയെന്ന് വരില്ല. സ്വാമിയാർ മഠത്തില് ദൂരെയുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ. പല സ്ഥലങ്ങളിലും ഇതുപോലെ മഠങ്ങള് ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കുറവാണ്. അപ്പൊ പലർക്കും അവസരം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇത് അയച്ചു കൊടുത്താൽ അവർക്ക് ഈ രാമായണം മുഴുവൻ ഇതിനകത്ത് നിങ്ങൾ തന്നെയല്ലേ കഥ പറയുന്നത്, കുട്ടികൾ കഥ പറയുന്ന രീതിയിലാണ് ഇതെല്ലാം കേൾക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ അത് വളരെ സന്തോഷമായിരിക്കും. അവരുടെ പാരൻസിനും ഇഷ്ടമാവും. അപ്പൊ അവരോട് നിങ്ങൾക്ക് പറയാം, ഓൺലൈനിൽ ദിവസവും 6 മണി മുതൽ പിന്നെ രാത്രി എത്ര വരെ സമയമില്ല, എത്ര വരെ വേണമെങ്കിൽ ഞങ്ങളുടെ സാറ് അവിടെ ഓൺലൈനിലുണ്ട്. നിങ്ങൾക്ക് ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഒക്കെ പഠിക്കാം. ഈ മാതിരി ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാം. സ്വാമിയാർ മഠത്തിന്റെ ഈ സൈറ്റിലേക്ക് വന്നാൽ മതി എന്ന് നിങ്ങൾക്ക് പറയാം.
അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷവും. അങ്ങനെ കുറെ കുട്ടികളുണ്ട്, നേരിട്ട് വരാൻ പറ്റാതെ നമ്മുടെ ഈ പരിപാടി പങ്കെടുക്കുന്ന കുറെ കുട്ടികളുണ്ട്. ഇനിയും ധാരാളം പേരിലേക്ക് ഈ സന്ദേശം നമുക്ക് എത്തിക്കാൻ പറ്റും. അതിന് നിങ്ങൾ ഇനി കൂടുതൽ ഉത്സാഹിക്കണം, അല്ലെ? നിങ്ങൾ പങ്കെടുക്കുന്നവരെ കൂടുതൽ ഉത്സാഹിക്കണം. ഇത്രയും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഒരു 70-80 പേരോളം ഇതിനകത്തുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും കൊടുത്താൽ ഇത് എത്ര പേരിലേക്ക് എത്തും? അപ്പൊ ആ സന്ദേശം നന്നായിട്ട് പ്രചരിക്കും. അപ്പൊ ശ്രീരാമേന്ദ്ര സ്വാമിക്കും ഹനുമൻ സ്വാമിക്കും ഏറ്റവും ഇഷ്ടമാവും. കാരണം ആ കഥകള് ആരാണോ ഇത് കേൾക്കണ്ടേ അവരിലേക്കൊക്കെ ഇത് എത്തുമ്പോ ആരാണ് സന്തോഷിക്കുക? ധർമ്മം ആചരിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും സത്യം പറയണം. ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ വരുമ്പോ ഭഗവാൻ ഏറ്റവും ഇഷ്ടമാവും. അപ്പൊ അതിന്റെ അനുഗ്രഹം കൂടെ നിങ്ങൾക്ക് കിട്ടും. ഇത് പ്രചരിപ്പിക്കുന്നതിന് പ്രത്യേക അനുഗ്രഹം ഭഗവാന്റെ കയ്യിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇതിനിങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണം. അതിനാണ് ഞങ്ങൾ എന്താണെങ്കിലും ശരി ഇത് പ്രചരിപ്പിക്കാനായിട്ട് ഞാൻ സോമൻ ചേട്ടന്, മധുചേട്ടന്, അതേമാതിരി മഠത്തിലെ വേറെ നമ്പൂതിരി സാറിന്റെ കീഴിലുള്ള ശിഷ്യന്മാരെ എല്ലാവരും ഇതിനു വേണ്ടി ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഈശ്വരാനുഗ്രഹം വേണം. നമുക്ക് ഈശ്വരാനുഗ്രഹം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോ ഈശ്വരന്റെ അനുഗ്രഹം എപ്പോഴും നമുക്ക് വേണം. നമ്മൾ നല്ല സ്വഭാവത്തോടു കൂടി ജീവിക്കാനും ഈശ്വരന്റെ അനുഗ്രഹം വേണം. അതിന് ഏറ്റവും നിങ്ങൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഇതിൽ പങ്കെടുക്കുകയും പങ്കെടുത്തതിനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ച് അവരെയും കൂടെ ഇതിനകത്തേക്ക് ആകർഷിച്ച് കൊണ്ടുവരിക. ഓക്കെ, എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും സായിറാം. നാളെ നേരത്തെ എല്ലാവരും കയറുക. നാളത്തെ കുട്ടികളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക, അനുഗ്രഹിക്കുക. സായിറാം. എല്ലാവർക്കും സായിറാം. സായിറാം സർ. സായിറാം. 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 സായിറാം സർ. സായിറാം സായിറാം സർ. സായിറാം സായിറാം. സായിറാം സർ. സായിറാം